കുറച്ച് നെയ്യ് ഒഴിക്കട്ടോ, കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് കറുവപ്പട്ട, കുറച്ച് ഏലക്കായ, കുറച്ച് കുരുമുളക്. ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ചൂടായി വരുന്നില്ലേ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില. ഇത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ചിക്കൻ, കുറച്ച് ക്യാരറ്റ് കേട്ടോ, കുറച്ച് വെള്ളം ചേർക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിക്കട്ടോ, കുറച്ച് ഉപ്പിടാട്ടോ. ഒന്ന് ഇളക്കിയിട്ടേ നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഫുൾ ഫ്ലെയിമിൽ നമുക്ക് 2 വിസിലേറ്റിക്കാം. ഇറച്ചി വേകുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കിസ്മിസ് വറുത്തെടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം കേട്ടോ. ചിക്കനും ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല അടിപൊളി വെന്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. ഒന്ന് ഇളക്കി കൊടുക്കണ്ട. കൊഴുപ്പും ടേസ്റ്റും കുറച്ചുകൂടി കൂടാൻ വേണ്ടിയിട്ടേ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസിൻ്റെ പൗഡർ ചേർക്കാം, റസ്ക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം കേട്ടോ. നമ്മുടെ സ്റ്റ്യൂ നന്നായിട്ട് തിളച്ച് വന്നിട്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മളൊരു ഒറ്റ തിളയ്ക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് നേരത്തെ വറുത്ത് വെച്ചേക്കണ അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ചേർക്കട്ടോ. കുറച്ച് വറുത്ത് വെച്ചേക്കണ വേപ്പില കറിവേപ്പില ഇറക്കട്ടോ. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടിയാണ് ഒഴിക്കട്ടോ. നമ്മുടെ സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്റ്റ്യൂ കേട്ടോ, നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ. ബ്രെഡിനാട്ടോ ഏറ്റവും സൂപ്പർ, നല്ല അടിപൊളി ചിക്കൻ സ്റ്റ്യൂ. നമുക്ക് ബ്രെഡും ചിക്കൻ സ്റ്റ്യൂ കൂടി കഴിക്കട്ടോ. ഒരു കഷ്ണം ബ്രെഡ് ഇങ്ങനെ എടുത്തിട്ടേ ചിക്കൻ്റെ ഒരു ചെറിയ പീസും ആ ഗ്രേവിയും എല്ലാം കൂടി കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, കഴിക്കട്ടോ. സൂപ്പർ, ട്രൈ ചെയ്ത് നോക്കിക്കോട്ടാ. നന്നായിട്ട് കുക്ക് ചെയ്യുക, നന്നായിട്ട് കഴിക്കുക, അടിപൊളി.